ഹായ് ഗൈസ്. ഞാനിങ്ങനെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഏതാണ് പുസ്തകം എന്ന് വെച്ചാൽ ഇതാണ്, ഓഷോ, ഫിംഗർ പോയിന്റിങ് ടു ദ മൂൺ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അധ്യാത്മ ഉപനിഷത്തിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ടോക്കാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. അദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹം നടത്തിയ ടോക്കുകൾ ആണ് ഈ പുസ്തകത്തിലുള്ളത്. സാധാരണയായി ഇദ്ദേഹം പറയുന്നത് വിറ്റ്നസ്, സാക്ഷി, കോൺഷ്യസ്നെസ്, എക്സ്പീരിയൻസ്, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ ഇതിങ്ങനെ വായിച്ച സമയത്ത് എനിക്കൊരു എത്തിയപ്പോൾ ഒരു പുതിയൊരു കാര്യമായിട്ട് തോന്നി. സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത്, മിസ്റ്റിസിസം എന്നൊക്കെ പറയുന്നത് വളരെ ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, സത്യാവസ്ഥയൊന്നുമല്ല, പക്ഷെ ആവർത്തനമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്വക്കറ്റായിട്ട് പറയുന്നതൊന്നുമല്ല. നേരെ മറിച്ച് പുതിയൊരു ഒരു ഐഡിയ കേട്ട സമയത്ത്, അതായത് മരുഭൂമികൾ ഉണ്ടാകുമ്പോൾ എന്നുള്ള പുസ്തകത്തിൽ ആനന്ദ് പറയുന്നുണ്ട്, നിരീശ്വരവാദവും നിരീശ്വരവാദവും ഈശ്വരവിശ്വാസവും അല്ലാത്ത മൂന്നാമതൊരു വഴി നമുക്ക് സാധ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രശസ്തമായൊരു ചോദ്യമാണ്. വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാവുക എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നത്, റിമെമ്പർ, റിസർച്ച് ഫോർ ഗോഡ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിനെ സെർച്ച് ചെയ്യലല്ല. ഇൻ ദ ഏൻഷ്യൻ യോഗ സൂത്രാസ് ഗോഡ് ഈസ് നോട്ട് ഡിസ്കസ്ഡ്, നോട്ട് ഇവൻ മെൻഷൻ. ഏൻഷ്യൻ യോഗ സൂത്രാസിലൊന്നും ദൈവത്തിനെ മെൻഷൻ ചെയ്തിട്ടുമില്ല, അദ്ദേഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് പോലുമില്ല. ദെയർ വാസ് നോ നീഡ്. Later, even when the sutras mentioned God, they called God a means in the journey of spirituality and not a God. പിന്നീട് സൂത്രാസുകൾ ഗോഡ് എന്ന് മെൻഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്നത് അതൊരു ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല, നേരെ മറിച്ച് അതൊരു മീൻസ് ആയിട്ടാണ് ഗോഡിനെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവ് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർ പറയുന്നത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഗോഡ് ഈസ് യൂസ്ഫുൾ ഇൻ ദ സ്പിരിച്വൽ പ്രാക്ടീസ്, in the spiritual search, hence it is good to accept it, but it is only a means, device, that's all എന്നാണ് പറയുന്നത്. അതായത് ദൈവം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് പല മാർഗങ്ങളുണ്ടാവും. ദൈവം ഒരു ഡിവൈസ് ആയിട്ട് ദൈവത്തിനെ കണക്കാക്കും. അതായത് ദൈവത്തിനെ ഒരു ടൂളായിട്ട് എങ്ങനെ മതത്തിനെ വ്യാഖ്യാനിക്കാം എന്നുള്ളൊരു ചിന്താ പദ്ധതിയാണിത്. ഇപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഡിവൈസാണ്. നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ ഡിവൈസുകൾ ഉപയോഗിക്കാം. അതായത് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കാം, കാർ എടുക്കാം, ബസ് പോവാം, ബൈക്ക് എടുക്കാം, നടന്നു പോകാം. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ആ ഒരു ജേണി അല്ല. അപ്പോൾ ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്, ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ടൂളായിട്ട് ഗോഡിനെ കൺസീവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. പിന്നെ അടുത്തത് പറയുന്നുണ്ട്, ബുദ്ധ ആൻഡ് മഹാവീർ ആൾസോ ഡിനൈഡ് ഗോഡ്. They invented new devices. This device is not needed. They said, if God is nothing but a device, then other device will serve the purpose as well. അതായത് ദൈവത്തിനെ ഒരു ഡിവൈസ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വേറെ ഡിവൈസുകൾ കണ്ടുപിടിക്കപ്പെട്ടാൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു ഡിവൈസിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് ബുദ്ധനും ജൈനനും മഹാവീരനും ഗോഡിനെ ഡിനൈ ചെയ്തതെന്നാണ് ഇദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല, ഇതിൽ ഏതാണ് ശരി തെറ്റ് എന്നുള്ളതൊന്നുമല്ല, ഇതിൻ്റെ നിജസ്ഥിതിയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റിയോ വസ്തുനിഷ്ഠതയോ ഒന്നും പറയാനല്ല ഞാൻ വന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ കാണുന്നത് ദൈവം ഒന്നുകിൽ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ നിരീശ്വര വിശ്വാസം എന്നുള്ളതാണ്. പക്ഷേ വ്യത്യസ്ത തലത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിൽ മതത്തിനെ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം മതം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കാം അതിൻ്റെ മൂല്യങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു സ്പിരിച്വൽ മിസ്റ്റിക്കൽ ഒരു കൺസെപ്റ്റുകൾ എങ്ങനെയായിരിക്കാം ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ളത് കുറച്ച് പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. താങ്ക് യു.